ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2025 ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. വ്യക്തിഗത ഫലത്തിനായി നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2025 ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദമ്പതിഭാവം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. നിങ്ങൾ ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സദാ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയും കുടുംബ പ്രശ്നങ്ങൾ എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അത് മനസ്സ് കലുഷിതമാക്കിക്കൊണ്ടിരിക്കും. ചിലർക്കൊക്കെ ഗൃഹം സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അത് ഉണ്ടാകുന്ന സമയമാണ്. സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പ്രയത്നിക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. സഹോദരങ്ങൾക്കൊരു ഉന്നത പദവി എത്തുക, ഒരു ജോലി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു നല്ല അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക, അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതാണ്. നിങ്ങളുടെ വരുമാനം തീർച്ചയായിട്ടും ജൂൺ മാസത്തിൽ വർദ്ധിച്ചിരിക്കും. എന്നാൽ നിങ്ങളുടെ ചിലവുകളും അതുപോലെ തന്നെ വർദ്ധിക്കുന്നതാണ്. ചിലരൊക്കെ കുടുംബവുമായിട്ട് അകന്നു കഴിയേണ്ട ചില സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ജൂൺ മാസത്തിൽ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദോഷങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അന്യൻ്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് തലയിടാൻ പോകരുത്. അത് നിങ്ങൾക്ക് വിനയായി മാറുന്നതാണ്. ദീർഘനാളായിട്ട് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊരു നീരസം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ജൂൺ മാസത്തൊക്കെ ആകുമ്പോഴേക്കും മാറി കിട്ടുന്നതാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മനസ്സ് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ നിങ്ങൾ പെരുമാറേണ്ട ചില അവസ്ഥയൊക്കെ ജീവിതത്തിൽ വന്ന് പെടുന്നതാണ്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം. നിങ്ങളുടെ മുൻകോപം പല അനർത്ഥങ്ങൾക്കും ഇടയാക്കും. നിങ്ങൾ എടുത്തു ചാടി ചില കാര്യങ്ങൾ ചെയ്യുക, പെട്ടെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചില അനർത്ഥങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. വാഹന ഇടപാടുകളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വാഹന കച്ചവടം നടത്തുക, നമ്മുടെ വാഹനങ്ങൾ മാറ്റി വാങ്ങുക, വാഹനം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ല സമയമല്ല. സ്വജനങ്ങളൊക്കെ നിങ്ങളെ ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്വന്തം ആൾക്കാർ ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാവണമെന്നില്ല. അവർ കൊണ്ടുവന്ന ചെക്കുകൾ, ബോണ്ടുകളിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ആലോചിക്കുക. ആ ബോണ്ടുകളിലൊക്കെ കൃത്യമായിട്ടത് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് മാത്രം സൈൻ ചെയ്യുക. ചെക്കുകളൊക്കെ ആണെങ്കിൽ തന്മയത്വത്തോടുകൂടി ഒഴിഞ്ഞു മാറുന്നതൊക്കെ ആയിരിക്കും ഈ സമയങ്ങളിൽ നല്ലത്. നിങ്ങളുടെ ചില കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തന വിജയത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതായിട്ട് വരും. ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയമാണ്. ജീവിത വിജയത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ, ചില ടേണിംഗ് പോയിന്റുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ തീർച്ചയായിട്ടും എത്തിയിരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ ഒരുവിധം കൂടി വരുന്ന സമയമാണ്. ഉറ്റ മിത്രങ്ങളൊക്കെ ചതിയിൽപ്പെടുത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അലർട്ടായിട്ടിരിക്കേണ്ട സമയമാണ്, കരുതിയിരിക്കേണ്ട സമയമാണ്. വളരെ ശ്രദ്ധയോടെ നീങ്ങേണ്ട സമയമാണ്. അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, എന്നാലും സാധിക്കേണ്ട സമയമാണ്. ബുധൻ ശനി ദിവസങ്ങളിലെ യാത്രകൾ കഴിയാവുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ. പ്രത്യേകിച്ച് ആ സമയത്തുള്ള യാത്ര, ഇരുചക്ര വാഹനങ്ങളിലുള്ള യാത്ര ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് കഴിയാവുന്നത് ഒഴിവാക്കുക. ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് യാത്ര തുടങ്ങുമ്പോൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് യാത്ര തുടങ്ങുക. ചില തിരുവാതിര നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ജനനഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദമ്പതിമാർക്കൊക്കെ നല്ലതാണ്. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് ഈ സമയത്ത് ഗണപതി ക്ഷേത്രത്തിൽ മധുരമില്ലാത്ത പാൽപ്പായസം ഭഗവാനെ നിവേദിച്ചുകൊണ്ട് നല്ലൊരു വൈദ്യനെ അല്ലെങ്കിൽ ഡോക്ടറെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ ആരംഭിക്കാൻ പറ്റുന്ന സമയമാണ്. സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ദൈവം തരുന്ന സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ സമയമൊക്കെ നന്നായിട്ട് വിനിയോഗിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ പോകുക. സർവ്വതവും സമസ്തവും ഭഗവാനിൽ അർപ്പിക്കുക. കുറച്ചൊക്കെ പരീക്ഷിക്കുമെങ്കിൽ അവസാനം നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തരുന്ന
ആളാണ് ഭഗവാൻ. കൃത്യമായിട്ടുള്ള പരീക്ഷണങ്ങളുണ്ടാവും, പെട്ടെന്ന് തരത്തില്ല. കുചേലൻ ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഭഗവാൻ എല്ലാം നൽകിയത്, അല്ലാതെ കുചേലനെ തിരക്കി ഭഗവാൻ ഒരിക്കലും പോയിട്ടില്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുക, ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഭഗവാന്റെ അടുത്ത് ചെല്ലുക. ബുധനാഴ്ചയാണ് പോകുന്നതെങ്കിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഭഗവാന് തുളസിമാലകൾ നൽകുക, പാൽപ്പായസം നൽകുക, രാവിലെ മുഴുക്കാപ്പ് ചാർത്തിക്കാം, നിർമ്മാലയത്തിന് പാലഭിഷേകം ചെയ്യാം. ഒന്നുമില്ല എങ്കിൽ ഒരു തുളസിക്കതിറുമായിട്ട് ഭഗവാന്റെ മുന്നിൽ ചെന്ന് സമസ്ത സങ്കടങ്ങളും പറഞ്ഞ് ഭഗവാനെ ചരണങ്ങൾ അഭയം പ്രാപിക്കുക. നിങ്ങളെ ഭഗവാൻ കൈവിടുകയില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.